ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. വിശാലിന്റെ കമ്പനിയിലെ പ്ലാന്റിന്റെ ഉദ്ഘാടനം ഇന്നാണ്. പാർവതി തന്നെയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അവിടെ പോകാനായി റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു പാർവതി. ആ സമയം സന്തോഷത്തോടെ പല്ലവി മുറിയിലേക്ക് വന്നിട്ട് ആ പണം എങ്ങനെയാണ് ചേച്ചി കണ്ടെത്തിയത്, വല്ല വിദ്യയും മുത്തശ്ശൻ ചേച്ചിയെ പഠിപ്പിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് കേട്ട് പാർവതി പറയുന്നു, അതിപ്പോ പറയാനുള്ള നേരമില്ല, ഇന്നാണ് പ്ലാന്റിന്റെ ഉദ്ഘാടനം, ഞാൻ അവിടെ പോവാൻ ഒരുങ്ങുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പല്ലവി പിന്നെ പറയുന്നുണ്ട്, എന്തായാലും ചേച്ചി കാണിച്ച വിദ്യ സൂപ്പർ ആയിരുന്നു. പിന്നെ 20 ലക്ഷം രൂപ, അത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. 20 ലക്ഷം രൂപ കാണാനില്ലെന്ന് ചേച്ചി വന്ന് എന്നോട് പറഞ്ഞപ്പോഴേ ഞാൻ അങ്ങേ പേടിച്ചു പോയിരുന്നു. അത് കണ്ടു കിട്ടിയില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു ചേച്ചി? പാർവതി പറയുന്നുണ്ട്, എന്തായാലും അത് കിട്ടിയല്ലോ, അത് തന്നെ മഹാഭാഗ്യം. ചേച്ചി, ആ പണം ചേച്ചിയുടെ അലമാരിന്ന് ആരായിരിക്കും എടുത്ത് മാറ്റിയത് എന്നെ പല്ലവി പറഞ്ഞപ്പോൾ പാർവതി പറയുന്നുണ്ട്, ഈ വീട്ടിലുള്ളവർ തന്നെയാ. അത്ര എനിക്കിപ്പോ അറിയൂ, അത് മാത്രമേ എനിക്കിപ്പോ പറയാനും സാധിക്കൂ. എന്തായാലും അധികം വൈകാതെ ആ സത്യങ്ങളൊക്കെ ഞാൻ കണ്ടെത്തിയിരിക്കും. പല്ലവി പറയുന്നു, എത്രയും പെട്ടെന്ന് തന്നെ ചേച്ചി അത് കണ്ടെത്തണം. പാർവതി പറയുന്നു, പല്ലവി, ഇത് എന്നെ കളിയാക്കാൻ വേണ്ടി നടത്തിയ കളിയാ. അതുപോലെ നിനക്കും ഈ വീട്ടിൽ നിന്ന് ചതി പറ്റും. എന്ത് ചതിയെന്ന് സംശയത്തോടെ പല്ലവി ചോദിച്ചപ്പോൾ പാർവതി പറയുന്നുണ്ട്, അത് എന്താണെന്ന് ഇപ്പോ പറയാൻ പറ്റില്ല പാർവതി. പല്ലവി, പക്ഷേ നീ സൂക്ഷിക്കണം. നീ ഈ വീട്ടിൽ നിന്നാ മാത്രമേ നിനക്ക് അപകടം സംഭവിക്കൂ. അതുകൊണ്ട് നീ ഇനി ഇവിടെ നിൽക്കേണ്ട, നീ തിരികെ നാട്ടിലേക്ക് പോകണമെന്ന് പാർവതി പറയുന്നു. നാട്ടിലേക്ക് പോകാനോ? അവിടെ പോയിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? ചേച്ചി, ഈ കാര്യം പറഞ്ഞേ ചേച്ചി എന്നെ ഇവിടുന്ന് ഒഴിവാക്കാൻ ശ്രമിക്കണ്ട, ഞാൻ ഇവിടുന്ന് എവിടേക്കും പോവില്ലെന്നും പല്ലവി പറയുന്നുണ്ട്. ചേച്ചി പെട്ടെന്ന് റെഡിയായി ഫംഗ്ഷന് പോവാൻ നോക്കെന്ന് പറഞ്ഞ് പല്ലവി മുറിയിൽ നിന്നും പോകുന്നു. പല്ലവിയോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പാർവതിക്ക് മനസ്സിലായി. ശേഷം വിശാലിന്റെ അരികിലേക്ക് വിജയമ്മ വന്നിരിക്കുന്നുണ്ട്. അവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ വിശാൽ പറയുന്നു, അവിടുത്തെ കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഞാൻ ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും അവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. നല്ലൊരു കർമ്മം നടക്കുന്ന നേരത്ത് നിനക്കതിൽ പങ്കെടുക്കാൻ പറ്റാതായി പോയല്ലോ മോനെ, എനിക്കതിൽ വല്ലാത്ത വിഷമമുണ്ടെന്ന് വിശാൽ പറയുന്നു. പാർവതിയും സങ്കടത്തിലാണ്. പക്ഷേ സങ്കടപ്പെട്ടിട്ട് എന്താ കാര്യം? എല്ലാം ദൈവ നിശ്ചയമല്ലേ? പ്ലാന്റിന്റെ ഉദ്ഘാടനം ചെയ്യേണ്ടത് പാർവതിയാണെന്ന് നേരത്തെ ദൈവം എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. ദൈവത്തിന്റെ ആ നിയമം നമുക്ക് ആർക്കെങ്കിലും മാറ്റി കുറിക്കാൻ പറ്റുമോ? അവൾ ഉദ്ഘാടനം ചെയ്യട്ടെ, അവൾ ഉദ്ഘാടനം ചെയ്യുന്നതല്ലേ അതിന്റെ ഒരു ഐശ്വര്യം എന്നും വിശാൽ സന്തോഷത്തോടെ പറഞ്ഞപ്പോൾ വിജയമ്മ പറയുന്നുണ്ട്, അതെ, അതിലെന്താ സംശയം? ഗായത്രിക്ക് തുല്യം തന്നെയാ പാർവതിയും. അതുകൊണ്ട് പാർവതി തന്നെ വേണം പ്ലാന്റ് ഉദ്ഘാടനം ചെയ്യാൻ. പക്ഷേ അവൾക്കൊപ്പം നീ കൂടി വേണമായിരുന്നു അവിടെ, എങ്കിൽ ആ ഐശ്വര്യം ഇരട്ടിച്ചേനെ. അത് കേട്ട് വിശാൽ പറയുന്നു, അച്ഛമ്മേ, പാർവതി എപ്പോഴും എന്റെ തണലിൽ നിന്നാ മതിയോ? ഓഫീസ് കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും തനിയെ കൈകാര്യം ചെയ്യാൻ ശീലിക്കട്ടെ, അതിനൊരു തുടക്കമാവട്ടെ ഈ ഉദ്ഘാടനം. വിജയമ്മ പറയുന്നുണ്ട്, അത് നീ പറഞ്ഞത് ശരിയാണ്. സ്വന്തം നിലയ്ക്ക് കമ്പനിയെ നയിക്കാൻ അവൾക്ക് കഴിയണം. പാർവതി റെഡിയായി എത്തിയില്ലല്ലോ മോനെ എന്നും പറയുന്നുണ്ട്. ആ സമയം പാർവതി റെഡിയായിട്ട് അവിടേക്ക് വരുന്നു. അച്ഛമ്മ എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ് വിജയമ്മയുടെ അനുഗ്രഹം ചോദിക്കുകയാണ് പാർവതി. നന്നായി വരുമെന്ന് മനസ്സ് നിറഞ്ഞ് അനുഗ്രഹിക്കുന്നുണ്ട് വിജയമ്മയും. കുറച്ച് പണം ഒരു പെട്ടിയിലാക്കി വിശാൽ പാർവതിയുടെ കയ്യിൽ കൊടുക്കാൻ പോകുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, പാർവതി, ഇതിൽ പണമാണ്. ഇതുപോലെയുള്ള ഉദ്ഘാടന ദിവസങ്ങളിൽ എന്റെ അമ്മ സ്വന്തം കൈകൊണ്ട് തൊഴിലാളികൾക്ക് കുറച്ച് പണം കൊടുക്കുമായിരുന്നു. അതിന്റെ പരുവ നീ തെറ്റിക്കണ്ട. അമ്മ ചെയ്തതുപോലെ നീയും തൊഴിലാളികൾക്ക് പണം സമ്മാനിക്കണം. അതിനുള്ള ക്യാഷ് ഈ പെട്ടിക്കകത്തുനിന്നും നിനക്ക് എടുക്കാം. ദാ എന്ന് പറഞ്ഞ് പാർവതിയുടെ കയ്യിലേക്ക് ആ പണം കൊടുക്കുകയാണ് വിശാൽ. ശരി വിശാൽ സാർ, ദേവമ്മ ചെയ്തതുപോലെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ പാർവതിയും പറയുന്നു. കാലിന് സുഖമില്ലാത്തത് കാരണം എനിക്ക് അധിക സമയം അവിടെ നിൽക്കാൻ സാധിക്കില്ല, അതുകൊണ്ടാണ് ഞാൻ വരാതിരിക്കുന്നത്. ശരിക്കും എനിക്ക് വരണമെന്നുണ്ടായിരുന്നു എന്നൊക്കെ വിശാൽ പറയുന്നുണ്ട്. ഇവിടേക്ക് പ്രഭാവതിയും പ്രതാപനും ജാസ്മിനും വരുന്നുണ്ട്. സാരമില്ല, എന്റെ വിഷമങ്ങൾ ഓർക്കാതെ പാർവതി സന്തോഷപൂർവ്വം പ്ലാന്റ് ഉദ്ഘാടനം ചെയ്യണം. ഇക്കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട എന്ന് വിശാൽ പറയുന്നുണ്ട്. ആ സമയം വിശാൽ, നീ ഇങ്ങനെ ടെൻഷൻ ആവണ്ട, പാർവതിക്കൊപ്പം ഞങ്ങളുണ്ട്. എന്തെങ്കിലും കാര്യത്തിൽ പാർവതിക്ക് വല്ല പരിചയക്കുറവുണ്ടെങ്കിലേ അത് ഞങ്ങൾ നോക്കിക്കോളാം എന്നെ പ്രഭാവതി പറഞ്ഞപ്പോൾ വിശാൽ പറയുന്നുണ്ട്, പാർവതിയെ ശരിക്കും നോക്കിക്കോണമെന്ന്. അത് ഞങ്ങൾ ഏറ്റു വിശാലെ എന്ന് പ്രതാപനും പറയുന്നുണ്ട്. ഇന്നിവളെ ഉയരോടെ മുകളിലേക്ക് കെട്ടിയെടുക്കും, അതിന് വീഴ്ച വരാതെ ഞങ്ങൾ നോക്കുന്നുണ്ട് വിശാലെ എന്ന് പ്രഭാവതി മനസ്സിൽ വിചാരിക്കുന്നു. നിങ്ങൾ എല്ലാവരും ഇറങ്ങി എന്ന് ചോദിച്ച് ഗാർഗി അവിടേക്ക് വരുന്നു. ഗാർഗി ആണെങ്കിൽ റെഡി ആയിട്ടില്ലായിരുന്നു. ഞങ്ങൾ ഇറങ്ങാണ് ഗാർഗി എന്ന് പ്രഭാവതി. നിക്ക് ഞാനും കൂടി വരാം, ഞാൻ ഒന്ന് റെഡി ആയിക്കോട്ടെ എന്ന് ഗാർഗി പറഞ്ഞതും വേണ്ട എന്ന് പ്രഭാവതി. അതെന്താ അമ്മേ ഞാൻ വരണ്ട എന്ന് പറഞ്ഞതെന്ന് ഗാർഗി ചോദിച്ചപ്പോൾ പ്രഭാവതി പറയുന്നു, ഗാർഗി, ഉദ്ഘാടനത്തിലുള്ള മുഹൂർത്തം അടുത്തു, നീ ഇനി റെഡിയായി വരുമ്പോഴത്തേക്കും സമയം പോകും. മുഹൂർത്തം തെറ്റും, നീ ഇവിടെ നിന്നാ മതി. വിശാലിനെ സുഖമില്ലാതിരിക്കുകയല്ലേ, നീ ഇവിടെ ഉണ്ടെങ്കിൽ അവൻ എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോ നീ ഒരു സഹായമാവുമല്ലോ. ഞങ്ങളെ പോയിട്ട് വരാം. ജാസ്മിൻ വരൂ എന്ന് പറഞ്ഞ് ജാസ്മിനെയും കൂട്ടിയാണ് പ്രഭാവതി പോകുന്നത്. വിശാൽ സാർ, പോയിട്ട് വരാമെന്ന് സ്നേഹത്തോടെ പാർവതി വിശാലിനോട് ചോദിക്കുന്നുണ്ട്. അച്ഛമ്മയോടും ചോദിക്കുന്നു. പിന്നെ ഗാർഗിയോടും ചോദിച്ചിട്ട് പാർവതിയും സന്തോഷത്തോടെ പോകുന്നുണ്ട്. എന്നാൽ പോകാൻ പറ്റാത്തതിന്റെ നിരാശയിലാണ് ഗാർഗി.
അങ്ങനെ അവർ കമ്പനിയിൽ എത്തിക്കഴിഞ്ഞു. സെക്യൂരിറ്റി ഡോറ് തുറന്ന് കൊടുക്കുന്നുണ്ട്. പാർവതിയോട് ഗുഡ് മോർണിംഗ് പറയുന്നു. എല്ലാവരും കാറിൽ നിന്നും ഇറങ്ങി. എല്ലാവരെയും ക്ഷണിച്ച് അകത്തേക്ക് പോവുകയാണ് സെക്യൂരിറ്റി. ബാക്കി സ്റ്റാഫുകളും ഇവരെ സ്വീകരിക്കാനായി അവിടെ നിൽപ്പുണ്ടായിരുന്നു. പാർവതിയെ ബൊക്കെ കൊടുത്ത് സ്വീകരിക്കുകയാണ് മാനേജർ. ഇതൊന്നും പ്രഭാവതിക്കും പ്രതാപനും ജാസ്മിനും ഇഷ്ടപ്പെടുന്നില്ല. വരൂ എന്ന് പറഞ്ഞ് പാർവതിയെ അവരെല്ലാവരെയും കൂടി സ്വീകരിച്ചു കൊണ്ടുപോകുന്നു. പാർവതി, നീ സന്തോഷിച്ചോ? നിന്റെ ഈ സന്തോഷം അധിക നേരത്തേക്ക് നീളില്ല. കുറച്ച് മണിക്കൂറുകൾ കൂടി കഴിയുമ്പോൾ നിനക്കിപ്പോ ബൊക്കെ തന്നെ സ്വീകരിച്ച ആള് നിനക്ക് റീത്ത് വെക്കും എന്നൊക്കെ പ്രഭാവതി മനസ്സിൽ വിചാരിക്കുമ്പോൾ പ്രതാപൻ പറയുന്നു, നിങ്ങൾ എന്താ ഇവിടെ നിൽക്കുന്നത്? വാ ചേച്ചി, അകത്തേക്ക് പോകാം. അങ്ങനെ എല്ലാവരും ഇവരുടെ പിന്നാലെ തന്നെ അകത്തേക്ക് പോകുന്നുണ്ട്. ജാസ്മിൻ ഏർപ്പാടാക്കിയ ഒരാൾ അവിടെ നിൽപ്പുണ്ടായിരുന്നു. ജാസ്മിൻ അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ മേഡം എന്ന് പറഞ്ഞ് എത്തി നോക്കുകയാണ്. അപ്പോൾ ജാസ്മിൻ ഇവർ രണ്ടുപേരും കാണാതെ തന്നെ കൈയെടുത്ത് കാണിച്ചിട്ട് ഒരു ഓൾ ദി ബെസ്റ്റും നേരുന്നു. അയാളും അതുപോലെ ചെയ്യുന്നുണ്ട്. ആരായാളെന്ന് പ്രതാപൻ ചോദിക്കുന്നുണ്ട്. പ്രതാപ, ജാസ്മിൻ നമുക്ക് വേണ്ടി ഏർപ്പാടാക്കിയ ആളാണതെന്ന് പ്രഭാവതി പറയുന്നുണ്ട്. കൃത്യം 10 മണിക്ക് പാർവതി നാട മുറിച്ച് ഉദ്ഘാടനം ചെയ്യുമ്പോൾ അയാൾ അവളുടെ കഥ കഴിച്ചിരിക്കും. നീ വാ എന്ന് പറഞ്ഞ് 3 പേരും പോകുന്നുണ്ട് അവിടേക്ക്. ഇതേ സമയം ജാസ്മിൻ ഏർപ്പാടാക്കിയ ആ ഗുണ്ട അകത്തേക്ക് കയറി പോകുന്നു. ആരെങ്കിലും അവിടെ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് പോകുന്നത്. യൂണിഫോം ഇട്ടിട്ടുണ്ട്. മുകളിലേക്ക് കയറി പോയതിനു ശേഷം അതിൽ ഒരു ചാക്കിൽ കോൺക്രീറ്റ് കല്ല് 2-3 എടുത്ത് വെക്കുന്നുണ്ട്. ഇതേ സമയം പ്ലാന്റിനകത്ത് ഒരു പൂജ നടക്കുന്നുണ്ട്. പാർവതി ആ പൂജയിൽ പങ്കെടുത്തു. ഇഷ്ടിക ചാക്കിലേക്ക് വെക്കുകയാണ് ആ ഗുണ്ട. എന്നിട്ട് അത് തലയിൽ ചുമന്നുകൊണ്ട് പോയി വീണ്ടും സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകുന്നു. ഇതേ സമയം താഴെ തിരുമേനി പൂജകൾ ചെയ്യുകയാണ്. തിരുമേനി ഒരു നാളികേരം എടുത്ത് പാർവതിയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറയുന്നു, ദാ മോളെ, ഇത് ഉടച്ച് പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട്. അത് പാർവതി കയ്യിലേക്ക് വാങ്ങി ആദ്യം കയ്യിൽ വെച്ചൊന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ആ തേങ്ങയും കൊണ്ട് പോയി. ഇതേ സമയം അയാൾ ആ ചാക്ക് കെട്ട് മുകളിൽ കെട്ടിവെച്ചിട്ട് താഴേക്ക് ഇറങ്ങി വരുന്നു. പിന്നീട് പ്രഭാവതിയും പ്രതാപനും ജാസ്മിൻ കൂടി സംസാരിക്കുന്നുണ്ട്. പ്രതാപൻ ചോദിക്കുന്നു, ചേച്ചി നമ്മൾ നിൽക്കേണ്ട ഉദ്ഘാടനത്തിന് അവളോടൊപ്പം, ഇല്ലെങ്കിൽ നമ്മളെ സംശയിക്കില്ലേ എന്ന് ജാസ്മിനും ചോദിക്കുന്നുണ്ട്. അത് റിസ്ക് അല്ലേ എന്ന് പ്രതാപൻ ചോദിക്കുന്നു. എന്ത് റിസ്ക് എന്ന് ജാസ്മിൻ ചോദിച്ചപ്പോൾ പ്രതാപൻ പറയുന്നു, അയാള് പാർവതിയുടെ തലയിലിരുന്ന ചാക്ക് കെട്ട് മാറി നമ്മുടെ തലയിലെങ്ങാനും വീണാലോ? ആ പേടി വേണ്ടെങ്കിൽ, അയാൾ ഒരു പ്രൊഫഷണൽ കില്ലറാണ്. അയാൾക്ക് ഒരിക്കലും മുന്നേ തെറ്റില്ല. അയാൾ ഇതുപോലെ ഇതിനു മുമ്പും ആൾക്കാരെ കൊന്നിട്ടുള്ളതാണ്. അതെനിക്കറിയാം. അതുകൊണ്ട് ഒരു തരത്തിലും പേടിക്കണ്ട എന്ന് ജാസ്മിൻ പറഞ്ഞപ്പോൾ പ്രഭാവതി പറയുന്നുണ്ട്, എടാ അത് മാത്രമല്ല, ലക്ഷ്യങ്ങളാണ് അയാൾക്ക് എണ്ണി കൊടുത്തിരിക്കുന്നത്. അപ്പോ അതിന്റെ ഉത്തരവാദിത്തം അയാൾ കാണിക്കാതിരിക്കോ? അത് കഴിഞ്ഞിട്ട് പാർവതിക്കൊപ്പം ചെന്ന് നിൽക്കാം അല്ലേ എന്ന് പ്രതാപൻ പറഞ്ഞപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട്, അവിടെ പോയി നിന്നാലേ പാർവതിയുടെ മരണം നമുക്ക് ലൈവായിട്ട് തന്നെ കാണാം. അത് വേണം. അവള് ചോരയിൽ കുളിച്ച് പെടഞ്ഞ് മരിക്കുന്നതേ എനിക്ക് കാണണമെന്ന് പ്രഭാവതി. എനിക്ക് പാർവതിയുടെ മരണം ലൈവായിട്ട് കാണണമെന്ന് പ്രതാപനും. പിന്നെ ഒരു കാര്യം മറക്കരുത്, പാർവതിയുടെ മരണം കണ്ട് ആസ്വദിച്ച് നിന്നാൽ മാത്രം പോരാ, അവള് ചാവാ കിടക്കുമ്പോഴേ അലമുറയിട്ട് കരയുകയും വേണം. ഇല്ലെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് കരഞ്ഞില്ല എന്നേ മറ്റുള്ളവർ ചിന്തിക്കില്ലേ? അത് കേട്ട് പ്രഭാവതി പറയുന്നുണ്ട്, കരഞ്ഞേക്കാം. എന്റെ മോളെ എന്നെ വിട്ട് പോയല്ലോ എന്ന് വലിയ വായിൽ നെഞ്ചത്തടിച്ച് തന്നെ കരഞ്ഞേക്കാം. എന്താ പോരെ എന്ന് പറഞ്ഞ് 3 പേരും ചിരിക്കുന്നുണ്ട്. ആ സമയം ഒരു സ്റ്റാഫ് വന്ന് അവരെ വിളിക്കുന്നു. എല്ലാവരെയും മേഡം വിളിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ശരി ചെല്ല്, ഞങ്ങൾ വന്നേക്കാമെന്ന് പ്രഭാവതി അയാളോട് പറഞ്ഞു വിടുന്നു. മരണം കാണിക്കാനുള്ള പാർവതിയുടെ ഇൻവിറ്റേഷൻ അത് നമുക്ക് പാഴാക്കണോ? വാ എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ തന്നെയാണ് പ്രഭാവതിയും പ്രതാപനും ജാസ്മിനും പോകുന്നത്. ഇതേ സമയം ഉദ്ഘാടനത്തിന് റെഡിയായി നിൽക്കുകയാണ് പാർവതി. സ്റ്റാഫുകളും ചുറ്റുമുണ്ട്. പ്രഭാവതി അവിടേക്ക് വന്നപ്പോൾ പാർവതി പറയുന്നുണ്ട്, അമ്മയെ വന്നേ, ഞാൻ അമ്മയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുമായിരുന്നു. എന്തിനാ മോളെ നീ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് എന്നെ പ്രഭാവതി പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു, അമ്മ വേണം നാട മുറിച്ച് ഈ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്യാൻ. അയ്യോ ഞാനോ എന്ന് പ്രഭാവതി പറഞ്ഞപ്പോൾ ജാസ്മിൻ മുകളിലേക്ക് നോക്കുന്നു. ആ ചാക്ക് കെട്ട് നേരെ തലയ്ക്ക് മുകളിലാണ് നിൽക്കുന്നത്. ഇവിടെ ഇപ്പോ എന്നെക്കാൾ മുതിർന്ന ആൾ അമ്മയല്ലേ? അമ്മ ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നത് മര്യാദയല്ലെന്ന് പാർവതി പറയുന്നുണ്ട്. ചെറിയൊരു കള്ളച്ചിരിയോടെ പ്രഭാവതി രണ്ടുപേരെയും മാറി മാറി നോക്കുന്നുണ്ട്, പ്രതാപനെയും ജാസ്മിനെയും. അമ്മ ഉദ്ഘാടനം ചെയ്തോളൂ എന്ന് വീണ്ടും പറയുകയാണ് പാർവതി. അയ്യോ മോളെ, ഉദ്ഘാടനം നീ തന്നെ ചെയ്താൽ മതി. കമ്പനിയിൽ ഇപ്പോ ഗായത്രി ചേച്ചിയുടെ സ്ഥാനത്തിരിക്കുന്നത് നീയാണ്. ഉദ്ഘാടനം നീ തന്നെ ചെയ്താൽ മതി എന്ന് പ്രഭാവതി. വേണ്ട, അമ്മ ഉദ്ഘാടനം ചെയ്യണം, അതാണ് എന്റെ ആഗ്രഹം എന്ന് വീണ്ടും പാർവതി പറഞ്ഞപ്പോൾ ജാസ്മിൻ ആണെങ്കിൽ ദേഷ്യം വരുന്നു. മോളെ, നീ ഇത് ചെയ്താൽ മതി. ഞാൻ ഏതായാലും ഉദ്ഘാടനം ചെയ്യാനില്ല. ആരൊക്കെ നിർബന്ധിച്ചാലും എനിക്കിതിനെ പറ്റില്ല. ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നില്ല എന്ന് പറയുന്നതിനെ കുറിച്ച് കാരണങ്ങളുണ്ട്. അത് ഞാൻ പിന്നീട് പറയാം. നീ ഈ റിബൺ മുറിക്കേ എന്നെ പ്രഭാവതി പാർവതിയോട് പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ പാർവതി ജാസ്മിനെ നോക്കുന്നു. ജാസ്മിൻ കൈകൂപ്പിക്കൊണ്ട് പറയുന്നു, അയ്യോ ഞാനില്ലേ ഇവിടെ ഉദ്ഘാടനം ചെയ്യാനെന്ന്. പതിയെ പാർവതി പറയുന്നുണ്ട് ജാസ്മിനോട്, അല്ലെങ്കിലും നിന്നെ ആര് ഉദ്ഘാടനം ചെയ്യാൻ ക്ഷണിച്ചു എന്ന്? ഞാൻ നിന്നെ ഒന്ന് വെറുതെ നോക്കിയതല്ലേ. ഇത് ഉദ്ഘാടനം ചെയ്യാൻ മാത്രം എന്ത് ബന്ധമാണ് എനിക്ക് ഈ കമ്പനിയുമായിട്ടുള്ളതെന്നും പാർവതി ചോദിക്കുന്നുണ്ട്. അങ്ങോട്ട് മാറി നിൽക്കെന്നും പറയുന്നുണ്ട്.
അതെ, സ്വകാര്യം പറഞ്ഞു നിൽക്കാതെ ഉദ്ഘാടനം നടക്കട്ടെ എന്ന് പ്രതാപൻ. മുഹൂർത്തം ഇപ്പോ കഴിയും, അതിനു മുമ്പേ ചടങ്ങ് നടത്തണ്ടേ എന്നും ചോദിക്കുന്നുണ്ട്. മോളെ, നീ ആദ്യം ചടങ്ങ് നിർവഹിക്ക് എന്ന് പ്രഭാവതി പറഞ്ഞപ്പോൾ പ്രതാപൻ മുകളിലെ ആ ചാക്കുകെട്ടിലേക്ക് നോക്കുന്നുണ്ട്. പാർവതി ആ ചാക്കുകെട്ടിന്റെ അരികിലേക്ക് പോയി നിൽക്കുന്നു. ഇതേ സമയം ഈ ചാക്കുകെട്ട് മുകളിലാക്കിയ ആ ഗുണ്ട അത് മുറിച്ചിടാനായിട്ട് അതിന്റെ അരികിലും നിൽക്കുന്നുണ്ട്. പാർവതി അത് മുറിക്കാൻ തുടങ്ങി കത്രിക എടുത്തപ്പോൾ തന്നെ ഇയാൾ ഓടി വന്ന് ഈ ചാക്കുകെട്ടിന്റെ കെട്ടഴിച്ചു വിടുന്നു. കെട്ടഴിഞ്ഞിങ്ങനെ പോകാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് അതിൽ ഒരാൾ പിടിക്കുന്നുണ്ട്. അത് വിശാലാണ്. ആ പിടി ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിന്നപ്പോൾ അയാൾ വിശാലിലേക്കിട്ട് ഞെട്ടലോടെ നിൽക്കുന്നു. കയറ് പിടിച്ചു എന്ന് മാത്രമല്ല, അയാൾക്കിട്ട് നല്ലൊരെണ്ണം പൊട്ടിക്കുകയും ചെയ്തു. എന്നിട്ട് ആ കയർ അവിടെ കെട്ടുകയാണ് വിശാൽ. ഡാ എന്ന് പറഞ്ഞ് അയാൾ വീണ്ടും വിശാലിനെ അടിക്കാനായി വരുന്നതേ ഉള്ളൂ. അതിനു മുമ്പ് തന്നെ വിശാലിന്റെ കയ്യിൽ നിന്നും അയാൾക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നു. വിശാൽ അയാളെ പൊതിരെ തല്ലുകയാണ്. അയാൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. ഇയാൾ ആരാ? ഇയാളെന്തിനാ പാർവതിയെ കൊല്ലാൻ ശ്രമിച്ചതെന്ന് വിശാൽ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. പാർവതി നാട മുറിച്ച് ഉദ്ഘാടനം ചെയ്തു. എന്നാൽ ഇപ്പോ ആ ചാക്കുകെട്ട് മുകളിലേക്ക് വീഴുമെന്ന് പ്രതീക്ഷിച്ച് ഇങ്ങനെ കണ്ണ് വടച്ചു നിൽക്കുകയാണ് പ്രഭാവതിയും ജാസ്മിനും പ്രതാപനും. എന്നാൽ ആ ചാക്കുകെട്ട് വീണിട്ടില്ല. എല്ലാവരും സന്തോഷത്തോടെ കൈയടിക്കുന്നുണ്ട്. ഉദ്ഘാടനം കഴിഞ്ഞതിന്റെ നിരാശയോടെ നിൽക്കുകയാണ് പ്രഭാവതിയും പ്രതാപനും ജാസ്മിനും. പാർവതി അകത്തേക്ക് കയറിപ്പോയി നിലവിളക്കിൽ തിരികൊളുത്താൻ തുടങ്ങുന്നു. സ്റ്റാഫും കൂടെ വന്നിരിക്കുന്നുണ്ട്. മാനേജർ വിളക്കെടുത്ത് പാർവതിയുടെ കയ്യിലേക്ക് കൊടുത്തപ്പോൾ വിശാൽ അവിടെ എത്തി. ആ കാഴ്ച കണ്ട വിശാൽ സന്തോഷത്തോടെ നിൽക്കുന്നു. പാർവതി ഒന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് വിളക്ക് കൊളുത്തുന്നത്. പിന്നെയും ജാസ്മിൻ മുകളിലേക്ക് ദേഷ്യത്തോടെ ഒന്ന് നോക്കുന്നു. ആ ചാക്കുകെട്ട് ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.